അമ്മേനെ എന്നിട്ട് അമ്മേനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയാറുണ്ടോ കൂട്ട് വെട്ടി ഞാൻ മിണ്ടില്ല എന്നൊക്കെ? ചിന്നേരൊക്കെ വഴക്ക് പറയും. പക്ഷെ അമ്മ വഴക്ക് പറയാതിരിക്കുമ്പോ ഞാൻ ഇച്ചിരി ഉമ്മ കൊടുക്കും. ഓ, ഉമ്മ കൊടുത്താണോ മാറ്റാ? ഞാൻ അമ്മ ഉറങ്ങിയപ്പോ ഞാൻ എനിക്കിനി ഒരു പാട്ടും കൂടി പാടിത്തരുമോ? ഒരു പാട്ട് ഇടക്ക് വെച്ച് ഒരു പഴയ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് ഏതാന്ന് ഒരു പിടുത്തോ? ഞാൻ അത് പാട്. പേരിതൊന്നും കണ്ടതേയില്ലേ പൊന്നാരനാത്തൂനെ, പേനാണോ 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 നീ, പേരാണോ ഈരാണോ തലയിലെന്ന്, പേനാണോ ഈരാണോ തലയിലെന്ന്, പേനോ പേനോ നോ നോ നോ, പേനുണ്ടോടി നാത്തൂന്റെ തലയിൽ, പേനുണ്ടോടി എന്റെ തലയിൽ, പേനുണ്ടോടി മണ്ട തലയിൽ, പേനുണ്ടോടി മരമണ്ട തലയിൽ, ഒന്നു നോക്കൂ ഒന്നു കുത്തു, പേനിതൊന്നും കണ്ടതേയില്ലേ പൊന്നാരനാത്തൂനെ. അടിപൊളി, താങ്ക് യു. എനിക്കിട്ട് എന്നെ ഞാൻ മണ്ടത്തല്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ ചേച്ചിപ്പണ്ണ രാത്രിയിലെ ചേച്ചിപ്പണ്ണ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. എപ്പോ? രാത്രിയില് ആണ് ചേച്ചിപ്പണ്ണ മറ്റേ വേറൊരാടെ ഇത് ചെയ്യുന്നത് ചാനലിനകത്ത് ഇയാളെ കണ്ട ഏട്ടൻ കാണിച്ചു ചേച്ചിപ്പണ്ണ വരാൻ പോകുന്ന ഞാൻ രാത്രി അതാ ഏട്ടൻ കാണിച്ചു കൊടുത്തായിരുന്നു. ഓ, അങ്ങനെ വരുന്നേന്ന്. അത് കൊള്ളാം. അച്ഛൻ പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മള് വരുമ്പോ മിടിക്ക് കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പുതിയ ഉടുപ്പാണോ? നല്ല ഉടുപ്പാണല്ലോ. തയ്ച്ച ഉടുപ്പാണോ? നല്ല ഭംഗിയുണ്ട്. ഞാൻ മേടിച്ചതായിരിക്കുന്നു. ചേച്ചിപ്പണ്ണ ഷൈമോടെ ഒരു മോളുണ്ട്. മോളിൽ ഇതുപോലത്തെ ഉണ്ട്. ഇതുപോലത്തെ ഉടുപ്പുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള ഉടുപ്പാ. ചേച്ചിപ്പണ്ണ മാലയാണല്ലേ? വളയോ? ആ വള ഇതൊക്കെ തമ്പാട്ടിയുടെ തന്നെയാണ് അല്ലേ? തമ്പാട്ടിന്ന് ആരാ വിളിച്ചു തുടങ്ങിയേ? ഏട്ടൻ തന്നെ. എല്ലാ ഏട്ടൻ തന്നെയാണ്. എന്നിട്ട് ഏട്ടൻ ഇവിടെ ഇല്ല. അതുകൊണ്ടാ ഉണ്ണിമോളെ വിളിച്ചേ. ഓ, അതുകൊണ്ടാ ഉണ്ണിമോളെ വിളിച്ചേ. പപ്പ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വിഷമം ഒന്ന് കാണിച്ചേ. എങ്ങനെയാ വിഷമം? എനിക്ക് എനിക്കുണ്ടായിരുന്നു, എടുത്തില്ല. ഇത് തന്നേക്കാവോ? തരും. കൊഴപ്പില്ല അല്ലേ? ഞാൻ വിചാരിച്ചു തരില്ല എന്നൊക്കെ പറയുന്നു. ഈ ഇവിടത്തെ ബമ്പർ അടിച്ചു എന്നൊക്കെ കേട്ടപ്പോഴേക്ക് ഈ അപ്പനും അമ്മയും കഥാപാത്രങ്ങളൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർക്ക് ഭയങ്കര സന്തോഷമാ. ഞങ്ങള് സ്റ്റാൻഡപ്പ് ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങള് പറഞ്ഞു നിങ്ങൾ കാണണം, നിങ്ങൾക്ക് വേണ്ടിയുള്ള പറഞ്ഞു. പിന്നെ ഈ പ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഈ പ്രാവശ്യത്തെ സ്റ്റാൻഡപ്പിൽ ഇതുപോലെ അപ്പുറത്തെ പ്രീതിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖം ഭിത്തിയിൽ വരയ്ക്കുന്നതൊക്കെ ഞങ്ങള് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കാണണ്ടേ, ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അതിനകത്ത്. ഓരോരുത്തർക്കും ഓരോരോ സർപ്രൈസ് ആണല്ലേ കൊടുത്തേക്കുന്നത്. എവിടെ ഏട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യും, അവിടെ എല്ലാരും പറയാം ഞങ്ങളൊന്നും പറയുന്നില്ല, ഷിജു അത് സ്റ്റാൻഡപ്പ് ആക്കി നാളെ തമ്പൂസ് എങ്ങനെ ഷൂട്ടിനൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ ലീവൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്? വരത്തില്ല. ഇപ്പൊ അറമസിലായതുകൊണ്ട് ഇപ്പൊ ലീവില്ല. ഇപ്പൊ ഞാനും കുഞ്ഞും പിന്നെ ഏട്ടന്റെ മാമന്റെ മോളുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ഞങ്ങൾ 3 പേരാ പോകുന്നത്. ഞങ്ങളെ കൊണ്ടുവിടും. പോയി എങ്ങനെയാ ഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോ ബിഹേവ് ചെയ്യാതോ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു ടൈപ്പേ അല്ല അല്ലേ? അവിടുത്തെ ആളായി. സെലിബ്രിറ്റി ആയി. അവിടെയൊക്കെ ഈ എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോഴേ ചേച്ചി
ഒരുപാട് പേര് വരാറില്ല ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ? വരും എല്ലാരും വന്നിട്ട് ചക്കര കുഞ്ഞാണ്ടി ഇല്ലയോ അതാ ഫസ്റ്റ് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇയാളെ ഫോട്ടോ എടുക്കാം. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുക ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ ഇയാള് പറയേ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഇയാൾക്ക് അതൊന്നും അറിയത്തില്ല, എന്നെ കുറിച്ചുള്ളത് അറിയത്തില്ല. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് അറിയുന്നില്ല. അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു മോനോടുള്ള സ്നേഹം കൊണ്ട് മോന്റെ സ്റ്റാൻഡപ്പ് ഒക്കെ കണ്ട് ഇഷ്ടമായോണ്ടിരിക്കോ ഓരോരുത്തരോരോരുത്തർ വിളിച്ചിങ്ങനെ ഫോട്ടോ എടുക്കും. ഇയാൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ, അറിയത്തില്ലല്ലോ കളിക്കുന്നതിന്റെ ഇത് വെച്ചോണ്ട് അങ്ങനെ ചോദിക്കും എന്തിനാ അമ്മ എന്നെ എല്ലാരും ഉമ്മ വയ്ക്കുന്നത്? ബിരിയാണി ഒക്കെ മാറ്റി വെക്കട്ടെ, എല്ലാരും കഴിച്ചതല്ലേ. എവിടെ എപ്പം പോയാലും ഇപ്പൊ തമ്മസിനെ അറിയാം. ഏട്ടനെ ഇപ്പൊ എവിടെ ചെന്നാലും സരസിതയുടെ അവിടെ ഇപ്പൊ ആറംസിൽ എല്ലാരും തപ്പൂസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇപ്പൊ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ 2 മാസം ഇതേ ഉള്ളു ഏട്ടനെ അവിടെ കയറിയിട്ട്. അപ്പൊ എല്ലാരും തപ്പൂസിനെ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാരും പറയാ അയ്യോ സരസിതയുടെ അച്ഛനായിരുന്നു ഇത്. അയ്യോ ഞങ്ങള് കുഞ്ഞിന്റെ പരിപാടി കാണുന്നതാന്ന് പറയും. ഇനിയിപ്പോ ഷൂട്ടും പരിപാടി ചെല്ലുമ്പോ എന്റെ അമ്മയും പപ്പയും എല്ലാം തിരിക്കും. എന്നെ മാതിരി അമ്മയെ കണ്ട അമ്മയും പപ്പയും കണ്ടിട്ട് എന്നെ നോക്കണേ. ഇതാണല്ലേ സരസ്വത ഷിജു എന്ന് പറയാറുണ്ടല്ലേ എല്ലാരും. ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ സ്റ്റാർ ആയിരിക്കുമല്ലോ കുറച്ചുകൂടി. സ്കൂളിലൊക്കെ ഇനി അഡ്മിഷൻ ഒക്കെ എടുക്കണം. വേറെ സ്കൂളിൽ പോകുമ്പോ വലിയ സ്കൂളിൽ പോവും അല്ലേ? ഇപ്പൊ ഇനിയിപ്പോ അഡ്മിഷൻ എടുക്കണ്ടേ? അഡ്മിഷൻ ഒക്കെ എടുക്കണ്ടേ? അപ്പൊ ഇനിയിപ്പോ അവിടെ പോകുമ്പോഴൊക്കെ ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങള് നിർത്താൻ പോവാണ് അല്ലേ? ഞാൻ എന്നാ പൊക്കോട്ടെ. എനിക്കൊരു പാട്ടും കൂടി പാടിത്തരുവോ? പാട്ട് പാടി തന്നിട്ട് എല്ലാരെയും ഞാൻ പരിചയപ്പെടുത്തി തരണം. അപ്പൊ ഒരു പാട്ടും കൂടി പാടിത്തരുവോ ചേച്ചിക്ക്? മന്ദർത്ത പായുന്ന കുതിരയിൽ മാണിക്ക കയ്യൽ തൊടാ. മന്ത്രത്താൽ ആയുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാ. ഗന്ധർവൻ പാടുന്ന കൊടിയൻ അന്താരം പൂവിട്ട മണയിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ മാനത്തെ മാമന്റെ തടികളിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലിളകളിയായത്തിൽ തൊട്ടേ വരാം. ലാ 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 ലാ
അടിപൊളി. അപ്പൊ ഇവിടെ നിന്നാണല്ലേ പാടാനുള്ള കഴിവ് കിട്ടിയത്? അല്ല ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോ വേറെയും കൂടെ ഉണ്ട്. ആ വേറെയും കൂടി പാടും. ആ ഇനി അമ്മ പാടിയിട്ട് പാടും. മറ്റേത് പാട്. അതെനിക്ക് കാണാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. മറ്റേതെന്തുവാ? ഏതാ? തമിഴ് പാട്ടുണ്ട്. അത് ഏതാ? വാനേ ആ അത് പാട് 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 പാട്. വാനേ 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 നാനും മേഘം താനേ എന്നരികിലേ കണ്ണരികിലേ നീ വേണ്ടുമേ മണ്ണരികിലും മുന്നരികിലേ ഞാൻ വേണ്ടുമേ சொல்ல முடியாத காதலும் சொல்லி நடங்காத தேசமும் என்ன முடியாத ஆசையும் உன்னிடத்தில் தோன்றுதே നീതാനേ നേ നേ കൊഞ്ചാലേ ലേ ലേ നാനേയും സെറിപ്പാക്കി നീതാനേ കൊഞ്ചാലേ നാനേയും സെറിപ്പാക്കി മതി പാടിയത് ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ പറയാം. ബാക്കി കാര്യങ്ങൾ പറയാന്ന് അമ്മ മരിയൊക്കെ പാടി വന്നതാ. നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്. എങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെ കൂടുതൽ കളിയും പരിപാടികളാണോ അതോ ഇവിടെ ഇരിക്കാറുണ്ടോ അതോ പുറത്തേട്ടൊക്കെ പോയി ഇങ്ങനെ കറങ്ങി അടിച്ചെടുക്കാനോ? ഇവിടെ ഞങ്ങള് ഏട്ടനും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞങ്ങള് മൂന്നുപേരും
ഞങ്ങള് പാട്ട് ഡാൻസ് ഞങ്ങളിവിടെ കൂടുതൽ അടിപൊളിയാ. ഓ വൈബാണ്. എപ്പോഴും അയാൾക്ക് പുറത്ത് വേറെ കൂട്ടുകാരൊന്നും ഇരുന്നുള്ള വിഷമമൊന്നുമില്ല. ഞങ്ങള് തന്നെ എല്ലാത്തിനും കൂട്ടുകാരാണ്. ഞങ്ങള് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടനാ വൈകുന്നേരം തൊട്ട ഏട്ടന്, പകല് മൊത്തം ഞാനും, പിന്നെ ഞങ്ങള് 3 പേരോട് അടിച്ചു പൊളിയാ. എപ്പോഴും പറയും ഏട്ടനുണ്ടെങ്കിൽ രസം. ഇനിയിപ്പൊ എപ്പോഴാ ഷൂട്ടൊക്കെ? ഷൂട്ടിന് ഈ ഷെഡ്യൂളിൽ പോകേണ്ടതായിരുന്നു. ഇനി അടുത്തത് 27-ാം തീയതി തുടങ്ങും. പോണ്ടേ, ഇനി തിരക്കാവില്ലേ? തിരക്കാവൂല്ലേ? തിരക്കാവത്തില്ല, ബസ്സിലാണെങ്കിൽ ബസ്സിൽ പോകുന്ന കാര്യമല്ല, ഷൂട്ടിന് പോകുമ്പോ തിരക്കാകത്തില്ലയോന്നാ ചോദിച്ചത്. ഇല്ല ഇല്ല, കൊഴപ്പൊന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ വിളിച്ചാലൊക്കെ ഫോൺ എടുക്കോ? എടുക്കും. ആ നമ്പർ അമ്മ എടുത്തുണ്ട്. അമ്മയുടെ നമ്പറും എന്റെ അടുത്തുണ്ട്. നമ്പർ എന്തെങ്കിലും ഉണ്ട്. ഇടക്ക് വിളിക്കണം കേട്ടോ എന്നെ. അപ്പൊ എനിക്കൊരു ചക്കര വന്നേ. ഓ വന്നടാ, വന്നു. ഓ അപ്പൊ ഞാൻ പൊക്കട്ടെ. ഇനിയിപ്പൊ അടിപൊളിയായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യണം കേട്ടാ. ഇനി എത്ര ബമ്പർ അടിക്കും? ഇനി കൊറേ ബമ്പർ അടിക്കില്ലേ? ഇപ്പൊ ഒരു ബമ്പർ അല്ലേ അടിച്ചത്? ഇനി എത്ര കൊറേ ബമ്പർ അടിച്ചിട്ട് 10 ബമ്പർ അടിക്കും ഞങ്ങള്. പറഞ്ഞേ, 10 ബമ്പർ അടിക്കും. 10 ബമ്പർ അടിച്ചിട്ട് ഞങ്ങള് വരുള്ളൂ അല്ലേ? എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചക്കരുമ്മ അല്ലേ? അപ്പൊ സെറ്റ്. ടാറ്റാ. 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 ശരി.